ഇയേഴ്സ് നമ്മൾ ഇന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യണം. ക്യാൻ വി ചേഞ്ച് അവർ ബ്രാഞ്ച് ഇൻ ഫസ്റ്റ് ഇയർ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പറയേണ്ട കാര്യമുണ്ട്, കാരണം നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴേ സ്പോർട്ടും കഴിഞ്ഞിട്ട് എസ്ട്രീനെ പറ്റി വരെ പറയേണ്ട വരും കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അക്കാദമിക് കലണ്ടർ ഇട്ടപ്പോൾ ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അല്ലെങ്കിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, റിസൾട്ട് വരുന്ന പറഞ്ഞിട്ട് പോരെ ഇതൊക്കെ പറയാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ എൻട്രൻസ് കമ്മീഷണറൊന്നും അല്ല ഭായി, നമ്മൾ ഇതൊന്നും പറയാനായിട്ട് റിസൾട്ടൊക്കെ കറക്റ്റായിട്ട് പറയേണ്ടത് അദ്ദേഹമാണ്, അവരുടെ നോട്ടിഫിക്കേഷനിലാണ് പറയേണ്ടത്, അല്ലാതെ നമ്മൾ ഇതിനെ പറ്റിയിട്ടൊന്നും വെറുതെ ഗസ് വർക്ക് പറയേണ്ട. പിന്നെ നമുക്കറിയാം ഈ ദിവസങ്ങളിലൊന്നും, ആ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ കുറേ ഗസ് വർക്ക് നിങ്ങൾ പറഞ്ഞ ദിവസങ്ങളിലൊന്നും റിസൾട്ട് വരില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കമൻസിലൊന്നും റിപ്ലൈ ചെയ്ത് വിടാഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മൾക്ക് ഏറ്റവും ഫെയർ ആയ രീതിയിലാണ് നമ്മളുടെ റിസൾട്ട്. നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്, ഇങ്ങനെ വരും എന്ന് വരും അങ്ങനെയൊക്കെ. അപ്പോൾ ഏറ്റവും ഫെയർ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു എൻട്രൻസ് കമ്മീഷണർ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കിട്ടും. സോ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ നീറ്റിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും ഫെയർ ആയിട്ട് തന്നെ നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആവാം, ക്യാൻ വി ചേഞ്ച് അവർ ബ്രാഞ്ച് ഇൻ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നമ്മൾ സ്പോട്ട് കഴിഞ്ഞിട്ട്, അതായത് സാധാരണഗതിയിൽ നമുക്ക് 3 അലോട്ട്മെൻറ്റുകൾ, മോപ്പപ്പ്, സ്പോട്ട്, ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നടക്കുന്നത്. എൻട്രൻസ് കമ്മീഷനാണ് ഈ വർഷം എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പോട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മൾക്ക് 2 സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 1 ഉണ്ടാവുള്ളൂ. കാരണം സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ലൈക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അക്കാദമിക് കലണ്ടർ പറഞ്ഞപ്പോൾ അതിൽ പറഞ്ഞില്ലേ, ഈ വേക്കൻസീസൊക്കെ ഫില്ല് ചെയ്തിട്ട് ക്ലാസ്സുകൾ തുടങ്ങേണ്ട ഒരു ഡേറ്റ് AICTE ഇട്ടേക്കുന്ന ഒരു ഡേറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഡേറ്റിൽ തന്നെ അത് പാലിക്കാനാണ് ആ ഒരു ഡേറ്റുകൾ ഇട്ടേക്കുന്നത്. അതിനുള്ളിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങേണ്ടതുള്ളത് കൊണ്ടും ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് വേക്കൻസി ഉണ്ടെങ്കിലും സ്പോട്ട് അലോട്ട്മെൻറ്റ് ചിലപ്പോൾ 1 ചിലപ്പോൾ കൂടി വന്നാൽ 2 ഒക്കെ ഉണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്ക് പോവില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കുമല്ലോ, ആ ഒരു സീറ്റ് അവിടെ വെറുതെ കിടന്ന് പോവില്ലേ, അത് നമ്മൾ ഫില്ല് ചെയ്യണതല്ലേ എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, AICTEയുടെ നിയമം അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് അതാണ് പറയുന്നത്. 2, ആ സീറ്റുകൾ വെറുതെ പോവില്ല. നിങ്ങൾ BTech ലെറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, സെക്കൻഡ് ഇയറിലേക്കുള്ള അഡ്മിഷൻ. നമ്മളിപ്പോൾ പോളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചില ഡിഗ്രി കോഴ്സുകളോ BVO കോഴ്സുകളോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ഒരു സെക്കൻഡ് ഇയറിലേക്ക് ഈ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ, അവർക്കാണത്. അവർക്ക് ഓൾറെഡി 10% ടോട്ടൽ സീറ്റിൻ്റെ 10% BLEറ്റിനുള്ളതാണ്. അതല്ലാതെ ഇങ്ങനെ ബാക്കി വരുന്ന സീറ്റുകളും അവർക്കാണ് കൊടുക്കുന്നത്. അപ്പം സീറ്റ് അവിടെ വെറുതെ പോകുന്ന കാര്യമില്ല. ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആരംഭഘട്ടത്തിൽ, അതായത് നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങി ആദ്യത്തെ കുറച്ച് ദിവസത്തിനുള്ളിൽ അങ്ങനെ ഒരു സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ കോളേജിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിന്ന് മറ്റൊരു കോളേജിലേക്ക് പിന്നെ ഇനി മാറാൻ പറ്റില്ല, നമ്മൾ ഫീസും സർട്ടിഫിക്കറ്റ് കൊടുത്ത് അഡ്മിഷൻ എടുത്തല്ലോ. അപ്പോൾ ഇനി ആ കോളേജിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഫീസൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാനാണെങ്കിൽ തിരിച്ചു തരും, അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോളേജിൽ നിങ്ങൾക്ക് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്തും പിന്നെ അതിനുശേഷം ആ ഒരു ക്ലാസ്സുകൾ ആദ്യത്തെ ആ ഒരു സമയത്ത് നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് അഡ്മിഷൻ്റെ ആ ഒരു ഓഫീസിൽ അവിടേക്ക് പോയിട്ടൊന്ന് പറയുക, ഇങ്ങനെ ഒരു ബ്രാഞ്ച് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ മാറാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പറയുക. അപ്പോൾ അങ്ങനെ കോളേജിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ബ്രാഞ്ചിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ മാറ്റി അനുവദിച്ച് കിട്ടും. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളെക്കാട്ടിയും നല്ല റാങ്കുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ 1 എന്നുള്ള 2 റാങ്കിലുള്ള ആളെ കൊടുത്തിട്ടാണ് 2ാമത്തെ ആൾക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ ബ്രാഞ്ച് ചേഞ്ച് ആ അഡ്മിഷൻ കഴിഞ്ഞ് ക്ലാസ്സുകൾ തുടങ്ങുന്ന ചെറിയ ആ ഒരു ദിവസം മാത്രം കേട്ടോ അങ്ങനെ സാധിക്കാറുണ്ട്. ഇനി മറ്റൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സെമ്മാണ് എക്സാമുകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ +1 +2 എന്ന് പറയുമ്പോൾ ഇയർലിയാണ് നമുക്ക് എക്സാമുകൾ നടന്നുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 വർഷം എന്ന് പറഞ്ഞാലും 8 സെമ്മാണ്. അപ്പോൾ ഈ ഓരോ സെം കഴിയുമ്പോഴും നമ്മൾക്ക് എക്സാം നടക്കും. ഒരു സെം എന്ന് പറയുന്നത് 6 മാസമാണ്. അപ്പോൾ ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് നമ്മൾക്ക് സെം എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സെമ്മിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഒരു അവധിയൊന്നും ഉണ്ടാവില്ല, മനസ്സിലാവുന്നുണ്ടോ. ചിലപ്പോൾ നമുക്ക് ഫ്രൈഡേ എക്സാം കഴിയുവാണെങ്കിൽ മൺഡേ തന്നെ ക്ലാസ്സുകൾ തുടങ്ങും. എന്തിനു പറയുന്നു, ചിലപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എക്സാം തീർന്നാൽ ചൊവ്വാഴ്ച തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്ന സെമ്മുകളും ഉണ്ട്. ആ ഒരു ടൈം കളയാതെ അങ്ങനെ തുടങ്ങുന്നത്, മനസ്സിലായി. അപ്പോൾ ഒരു വലിയ വെക്കേഷനൊന്നും നിങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ട. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ ഒരു 10 ദിവസമൊക്കെ അവധി നിങ്ങൾക്ക് കിട്ടും, ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. അല്ലാതെ നമ്മളിനി 2 മാസമൊക്കെ വെക്കേഷനൊക്കെ എടുത്തില്ല, ആ ഒരു വെക്കേഷനൊന്നും ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടാനുള്ള സാധ്യതയില്ല കേട്ടോ. ഒരു പക്ഷേ ഡിഗ്രി അഡ്മിഷൻ ആണെങ്കിൽ കിട്ടും, അല്ലാതെ എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വെക്കേഷൻ നിങ്ങൾ വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, അപ്പം നമ്മൾക്ക് ഈ ഒരു 6 മാസം കഴിഞ്ഞ് ഒരു സെം വരുവാണ്.
അപ്പോൾ ഇതുപോലെ മൂന്നാമത്തെ സെം ആകുമ്പോൾ, അതായത് സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഉണ്ട്. അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾക്ക് മാറാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഇടുക്കിയാണ്, ഇടുക്കി ഗവൺമെൻറ് കോളേജിലാണ് എങ്കിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണപുരത്തേക്ക് മാറാം S3 വരുമ്പോൾ, ലൈക്ക് സെക്കൻഡ് ഇയർ വരുമ്പോൾ. അപ്പോൾ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിനുള്ള ടൈം നടക്കുവാണ്. ഈ ഒരു ടൈമിലാണ് സാധാരണ അതിനുള്ള ഇത് വരുന്നത്. നമ്മുടെ സ്റ്റുഡൻറ്റ് എക്സാമൊക്കെ കഴിയുമ്പോഴൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. എന്തായാലും KTയുടെ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൽ, മിക്ക കോളേജസും അവരുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ചിലപ്പോൾ മിസ്മാരൊക്കെ ഗ്രൂപ്പിലും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ ഷെയർ ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അറിഞ്ഞ് അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സപ്ലി വരുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ 2 സെമ്മും നിങ്ങൾ സപ്ലി ഇല്ലാതെ പോകണം. പറ്റുമെങ്കിൽ ഏറ്റവും മാക്സിമം മാർക്ക് വാങ്ങിച്ചു പോകണം. കാരണം നിങ്ങൾ പോകണം എന്ന് വിചാരിച്ചാലും നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇടുക്കിയിൽ നിന്ന് ശ്രീകൃഷ്ണപുരത്തേക്കാണ് വരാൻ ആഗ്രഹിക്കണമെങ്കിൽ ശ്രീകൃഷ്ണപുരത്ത് ഉള്ള ആ ഒരു ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വരാനായിട്ടുള്ള അനുമതി തന്നെ. അപ്പോൾ ഒരു പൊട്ടമാർക്ക് വാങ്ങിച്ച കുട്ടീനെ എന്തായാലും സാർ ഇങ്ങോട്ട് വെൽക്കം ചെയ്യൂല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലി ഇല്ലാതെ മാക്സിമം നല്ല ആദ്യത്തെ ഫസ്റ്റ് 2 സെമ്മൊക്കെ പഠിക്കാൻ വലിയ പാടൊന്നുമില്ലാതെ നിങ്ങൾ +2 പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ആദ്യത്തെ 2 സെമ്മില്ലേ, എല്ലാ ബ്രാഞ്ചിനും ഏകദേശം സെയിം ആയിരിക്കും പഠിക്കാനുള്ളത്. 2 പേർക്ക് ഒരു സെമ്മിൽ പഠിക്കുന്ന ഒരു വിഭാഗം പഠിക്കുന്നത് അടുത്ത സെമ്മിലായിരിക്കും മറ്റൊരു വിഭാഗം പഠിക്കുന്നത്. അത്രയും ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു പ്രിൻസിപ്പളിൻ്റെ അനുമതി വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനൊരു ഫോമുണ്ട്, അത് ഫില്ല് ചെയ്യണം. രണ്ടാമതെന്ന് പറയുന്നത് ഒരു ഫീസുണ്ട്, ഒരു 3000-ൽ താഴെ, എനിക്ക് തോന്നുന്നു 1000 അത്രയൊക്കെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വർഷത്തെ കറക്റ്റായിട്ട് നോക്കിയില്ല. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ അടക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമ്മളിപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ, ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണപുരത്തേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസിലാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കോളേജിൽ അതിന് സീറ്റ് വേക്കൻസി ഉണ്ടാവണം. മനസ്സിലാവണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 1, നമുക്ക് സപ്ലി ഒന്നും പാടില്ല. 2, നമ്മളുടെ കോളേജിലെ പ്രിൻസിപ്പളും അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെ ഒരു ഏകദേശ സമ്മതം വേണം നമ്മൾക്ക് പോകാനായിട്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കോളേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടായിരിക്കണം. പിന്നെ സ്വാഭാവികമായിട്ട് അതിന് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ. അപ്പോൾ ഒരു ലിസ്റ്റ് ഇടും, അതിനുശേഷം ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ അനുവദിക്കും. അങ്ങനെ S3-ലും S5-ലും 2 പ്രാവശ്യം നിങ്ങൾക്ക് ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഉണ്ട്. മനസ്സിലാവണ്ടോ? അത് S3-ൽ മാറിയവർക്ക് പിന്നെ S5-ൽ പറ്റൂല. ഏതെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഓക്കെ, ഇനി ക്യുസാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ക്യുസാറ്റിലും സെക്കൻഡ് ഇയറിലെ കോളേജ് ട്രാൻസ്ഫർ ഉണ്ട്. അതായത് നിങ്ങൾ വിചാരിക്കും ക്യുസാറ്റിൻ്റെ ഇത്രമാത്രം കോളേജുകളുണ്ടോ എന്ന് വിചാരിക്കും. 2 ക്യാമ്പസ് ഉള്ളൂ, നമ്മുടെ SOE സ്കൂൾ ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ ക്യാമ്പസും ക്യുസെക്കിൻ്റെ ക്യാമ്പസും. അപ്പോൾ നമ്മളിപ്പോൾ ക്യുസെക്കിൻ്റെ ക്യാമ്പസിലാണ് ഒരു കോഴ്സ് പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് SOE-യിലേക്ക് മാറാൻ പറ്റും. ക്യുസാറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ കോളേജ് ട്രാൻസ്ഫർ മാത്രമല്ല, ബ്രാഞ്ച് ട്രാൻസ്ഫറും ക്യുസാറ്റിൽ അവൈലബിൾ ആണ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തേക്കണ കുട്ടിക്ക് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ EC-യിലേക്ക് മാറാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ വർഷവും പഠിക്കുന്നത്, അതായത് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ആ 2 സെമ്മും എല്ലാ ബ്രാഞ്ചസാരും പഠിക്കുന്നത് സെയിം സിലബസ് ആണ് ഏകദേശം. അപ്പോൾ ക്യുസാറ്റ് അങ്ങനെ സമ്മതിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ബ്രാഞ്ചും മാറാം, ക്യാമ്പസും മാറാം. ലൈക്ക് SOE-യിലേക്ക് മാറണമെങ്കിൽ മാറാം. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ബ്രാഞ്ചിലും നമ്മൾ വിചാരിക്കുന്ന ക്യാമ്പസിലും സീറ്റ് വേക്കൻസി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളുടെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ കൊടുക്കുന്ന ഒട്ടുമിക്ക കോളേജുകളും KTU അഫിലിയേറ്റഡ് ആണ്. അതിൻ്റെ സിലബസും ക്യുസാറ്റിൻ്റെ സിലബസും വ്യത്യാസമുണ്ട്. രണ്ടും 2 സിലബസ് ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ക്യുസാറ്റിന് എക്സാമുകൾ നടത്തുന്നതും അതുപോലെ തന്നെ പേപ്പർ വാലുവേഷൻ നടത്തുന്നതും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം തന്നെ ക്യുസാറ്റിൻ്റെ ആ ഒരു ബോഡിയാണ്. പക്ഷേ മറ്റ് കോളേജുകളുടെ എല്ലാം KTU ആണ് എക്സാം നടത്തുന്നതും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതെല്ലാം തന്നെ KTU ആണ്. യൂണിവേഴ്സിറ്റിയുടെ അടിയിൽ 2 കോളേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും നടത്തുന്നത്. 2-3 കോളേജസ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഏതൊക്കെ കോളേജസ് ആണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് എടുത്ത് കോളേജ് ലിസ്റ്റ് നോക്കിയാൽ KTU അല്ലാതെ ഉള്ള അഫിലിയേഷൻ വന്നേക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കോളേജ് ട്രാൻസ്ഫർ പറ്റുമോ അല്ലെങ്കിൽ ബ്രാഞ്ച് ട്രാൻസ്ഫർ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് മാറാം. അതല്ല, നിങ്ങൾക്ക് S3 ആവുമ്പോൾ ഇൻ്റർ കോളേജ് ട്രാൻസ്ഫർ ഈ നമ്മുടെ KTU അനുവദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ബ്രാഞ്ച് ട്രാൻസ്ഫർ ഇപ്പോൾ അത് കാണാറില്ല. ബ്രാഞ്ച് ട്രാൻസ്ഫർ അതിനെപ്പറ്റി പിന്നെ നിങ്ങൾ ആ ടൈമിലൊന്ന് അന്വേഷിച്ച് നോക്കുക. ഇനിയിപ്പോൾ ഓരോ വർഷവും ഓരോ ചേഞ്ചസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് അന്വേഷിച്ച് നോക്കുക. പക്ഷേ ക്യുസാറ്റിൽ നമ്മൾക്ക്
ക്യാമ്പസും മാറാം, ബ്രാഞ്ചും മാറാം. പക്ഷേ ഇവിടെയൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ടാവണം എന്നുള്ളതാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്യുസാറ്റിൻ്റെ എങ്ങനെ അറിയാം, നമ്മൾ KQൻ്റെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞല്ലോ. KQൻ്റെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ മിക്ക കോളേജുകളും ആ നോട്ടിഫിക്കേഷൻ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ടാവും. ക്യുസാറ്റിൻ്റെ അറിയുന്നത് ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, SOയുടെ വെബ്സൈറ്റിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അഡ്മിഷൻ ഇപ്പോൾ നോക്കുന്ന വെബ്സൈറ്റിലും സാധാരണ വരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോളേജിൽ നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലും ടീച്ചേഴ്സ് അത് പറയാറുണ്ട്, കോളേജ് ട്രാൻസ്ഫറിന് വേണമെങ്കിൽ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ക്യാറ്റ് റാങ്കിൻ്റെ ബേസിലാണ് ട്രാൻസ്ഫർ കിട്ടുന്നത് കേട്ടോ. അല്ലാതെ ഈ പറയുന്ന പോലെ സപ്ലി ഒന്നും വരുത്താതിരിക്കാം. പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ വരുന്നത് നമ്മൾ എഴുതിയിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്ന ക്യുസാറ്റിൻ്റെ ക്യാറ്റ് റാങ്കില്ലേ, ആ റാങ്കിൻ്റെ ബേസിലാണ് നമ്മൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.